എന്ത് കളിക്കാൻ എനിക്ക് ഇപ്പം കളി കാണണം. എൻ്റെ യു അഗെയിൻ കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അത് എല്ലാവർക്കും അറിയാലോ. പിന്നെ അറിയാണ്ട് താഴെ ഇറങ്ങാൻ കാത്തിരിക്കുമായിരുന്നു. വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയില്ല? എനിക്ക് തോന്നിക്കാം. കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളിൽ പഠിച്ച ഒരുത്തി ഇത്തവണ ആരുടെ നെഞ്ചത്തേക്കാ? ഇവള് ഓട്ടംതുള്ളലാണ്. എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഓ, നന്നായി ചൊറിയുന്നുണ്ടല്ലോ. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ. ഊത്ത കവളും ആകപ്പാടെ ഉരുണ്ട് പുരണ്ടിരിക്കുന്ന ഒരുത്തി. അയ്യേ, എന്ത് ടോക്കാണിത്? ശരിക്കും നിങ്ങൾ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി അതിന്, നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. ഇതൊരു നടക്കി പോകില്ല. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ. എന്തു പറ്റി കളിക്കാൻ? എന്തു കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടംതുള്ളിൽ എടുത്തേ. എന്നിട്ട് നീ എന്തെന്ന് തുള്ളിക്കൊണ്ട് നടക്കണം ഇപ്പോൾ? ആട്ടെ, എന്താ ചേച്ചിയുടെ പ്രശ്നം? നീ ആരെ കൂടെയൊക്കെ ഞാൻ ആ സ്ത്രീ ഒന്ന് കളിക്കാവോ? നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ. അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ലേ ഇല്ല. നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട്? എന്ത് കളിക്കാൻ? എനിക്ക് ഇപ്പം കളി കാണണം. എൻ്റെ അയ്യേ, അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. ദിവസമായിട്ട് പഠിച്ചിറങ്ങിയതാടി അവിടെയൊക്കെ കലാമണ്ഡലത്തിൽ. നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത്. പിന്നെ എന്താ കളിക്കാൻ വയ്യാത്ത എന്താ? ഇതല്ല, നിർത്താടോ. നീ എന്നെ പറഞ്ഞതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിനക്ക് കിട്ടിയോ? ഓ, ഇതെന്തൊരു തള്ളയാടോ. എൻ്റെ പേര് പോലും അല്ലല്ലോ മറിമായത്തിൽ. നിനക്ക് പറ്റിയ പേര് തന്നെ നിൻ്റെ ഇപ്പോഴത്തെ ഫിഗറിന്. ബോഡി ഷേമിങ് എനിക്ക് തീരെ താല്പര്യമില്ല. എങ്കിലും ചോദിക്കുക, നിങ്ങൾ ആരാ? ഐശ്വര്യ റായിയോ? ഇനി നീ എനിക്കെതിരെ നല്ല വൃത്തിയായിട്ട് ഫേസ്ബുക്കിൽ ഒന്നും കൂടി ഇട്ടു. എൻ്റെ വിഷയം ഇതൊന്നുമല്ല. ഇവരെന്ത് വേണേലും പറഞ്ഞിട്ട്, എന്നാൽ എന്തിനായിരിക്കും ഈ പൊട്ടിൻ്റെ മണ്ടയ്ക്ക് പൊട്ടുകുത്തുന്നത്? ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പാഷനെ.